ഗൈസ്, എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇൻക്രെഡിബിൾ ഇന്ത്യയുടെ ട്രിപ്പ്, അതായത് ഇന്ത്യ തൊട്ടറിയാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് ഡേ കഴിഞ്ഞില്ലേ? ഫസ്റ്റ് ഡേ കഴിഞ്ഞ് ഇപ്പോൾ സെക്കൻഡ് ആണ്. അപ്പോൾ അത് ഉടുപ്പി കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ടുള്ളൊരു മദർ പാലസ് എന്ന് പറഞ്ഞൊരു റോഡ് സൈഡ് NH ഉള്ള റോഡ് സൈഡിലുള്ളൊരു മദർ പാലസിൽ നമ്മൾ റൂം എടുത്തു. അപ്പോൾ റൂം എടുത്ത് ഇനി ഇവിടുന്ന് ഫ്രഷായി എല്ലാം സെറ്റായി 6:30 അപ്പോൾ നമ്മൾ പോവാണ് ഇനി ഗോവ ടച്ച് ചെയ്തിട്ട് പൂനെയിലേക്ക്. ഇങ്ങോട്ട് നോക്കൂ. അപ്പോൾ പൂനെയിലേക്ക് പോവുകയാണ്. അപ്പോൾ പൂനെ മുന്നേ നല്ല സ്ഥലമുണ്ട്, ഗോകർണ ഉണ്ട്. അപ്പോൾ ഗോവ ബീച്ചാണ്, ഒരുപാട് കണ്ടാണ്. അധികം സ്പെൻഡ് ചെയ്യാൻ കഴിയുമോ നോക്കിയിട്ട് അവിടെ നിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകും അല്ലേ. അപ്പോൾ പൂനെയാണ് നെക്സ്റ്റ് ലക്ഷ്യം. എന്തായാലും ഗോവ അതിൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. വെൽക്കം ടു ട്രാവൽ റൂട്ട്സ്. ഇറ്റ്സ് മീ റിഷ. നമ്മളിങ്ങനെ റൈഡ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഫു ബാക്കിലുണ്ട്. ഇപ്പോൾ സഫു എന്താണ്, തണുപ്പല്ലേ? വല്ലേ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നല്ല തണുപ്പുണ്ട്. റോഡൊക്കെ വിജലംബിച്ച് കിടക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മളിപ്പോൾ ഉടുപ്പി കഴിഞ്ഞ് ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് മിക്കവാറും ഗോവ അവിടെയൊക്കെ ആയിരിക്കും. ഗോവ ഏകദേശം 2.5 മണിക്കൂറോളം ഓടാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടെങ്കിലും അത് കഴിക്കണം. അധികം വണ്ടികളൊന്നുമില്ല, നല്ല റോഡ് അല്ലേ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈമുണ്ട്. അതിന് മുന്നേ ഒരു കാൽച്ചായ, സഫു ചായ അടിക്കാത്തതിനുണ്ട്. എനിക്ക് ചായ വേണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ചൂടുവെള്ളമെങ്കിലും കുടിക്കണം. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ നല്ല നല്ല വിഷ്വൽസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല പച്ചപ്പുണ്ട്. ഈ പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ ബാക്കിയുണ്ട് കർണാടക. നമ്മുടെ ബൈപ്പാസ് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ വളരെ ചെറിയ ബൈപ്പാസ് അല്ലേ പറഞ്ഞാല്. രാവിലത്തെ റൈഡ് തന്നെ എന്ത് രസമല്ലേ. 2 ഭാഗങ്ങളിലും ഒഴിവ്, വണ്ടി റഷ് തീരെ ഇല്ല. അതുകൊണ്ട് തന്നെ ഓടിക്കാൻ നല്ല സുഖം. നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് അല്ലേ ഒരു മൂഡ് ഓഫ് ഇല്ല. നമ്മളിപ്പോൾ ബടക്കൽ എത്തി. ബടക്കൽ ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ബടക്കലെത്തിയപ്പോൾ റോഡ് കുറച്ച് മോശമാണ്. ഇത്രയും കണ്ട റോഡുകളൊന്നുമല്ല, വളരെ മോശം റോഡുകളാണ്. പിന്നെ എന്താ പറഞ്ഞാൽ എൻ്റെ ഫുഡ് കഴിക്കണം. വെജിറ്റേറിയൻ തപ്പിയുണ്ട് നടക്കാണ്. അപ്പം വെജിറ്റേറിയൻ ഹോട്ടലൊന്നും കാണാനില്ല. കാണുന്നതൊക്കെ പൂട്ടി കിടക്കണം. അപ്പം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കയറി കഴിക്കണം. പിന്നെ നമ്മൾ പോണ വഴിക്കൊരു അടിപൊളി വാട്ടർഫോൾസ് ഉണ്ട്. മറ്റേ ജോഗ് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് കുറച്ചും കൂടി ഇവിടുന്ന് 1 മണിക്കൂർ ഓടാണ്ട്. ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് പോണ വഴിക്കാണ്. എന്തായാലും അത് കാണണം. ഒറ്റ പോക്കം കൂടി പോകല്ലോ. നമ്മൾ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് അങ്ങനെ പോകാനാണ് ചിന്തിക്കുന്നത്. എന്തായാലും തല എത്തണം. ഇത് നോക്ക്, ഇത് ബടക്കൽ കഴിഞ്ഞിട്ട് കാണുന്ന കേട്ടോ അടിപൊളി മല. ഇതൊക്കെ ആൾക്കാർ കയറിയുണ്ടോ കേട്ടോ. ഒരുപാട് കയറാൻ പറ്റുന്ന സ്ഥലങ്ങളുമാണ്. ഒരു സൈഡ്, ഇപ്പുറത്തെ സൈഡ് കടലാണ് ശരിക്കും, ഇപ്പുറത്തെ സൈഡ് മല. ഇനി അങ്ങോട്ട് അടിപൊളി കാഴ്ചകളായിരിക്കും. എന്താ വെച്ചാൽ ഗോവ അങ്ങോട്ട് കഴിച്ചാൽ പനവേൽ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളായിരിക്കും നമുക്ക് ഉണ്ടാവും. എന്തായാലും അടിപൊളി, നല്ല ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഏകദേശം 2.5 മണിക്കൂറിൻ്റെ മുകളിലായി റൈഡ് ചെയ്യുന്നു. അപ്പം ടയർഡൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇല്ല, ടയർഡും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ
ഫുഡ് കഴിക്കാനുള്ളൊരു ഓപ്ഷൻ മാത്രമില്ല. എന്താ വെച്ചാൽ നമ്മൾ ഇത്രയും ഓടിയിട്ട് ഇവിടെ വരെ എത്തിയിട്ട് അയവ നോക്കൂ, ഏയ് പൊളിച്ചില്ല ഫു. അപ്പോൾ നമ്മൾ ഓടി വടക്കൽ കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു എന്താണ് ഹോട്ടലിൽ വരുന്ന ആ ഹോട്ടലിലെത്തി. ഹോട്ടലിൻ്റെ പേരല്ല, കമ്മത്ത് ഹോട്ടലെത്തി. നല്ല വെജിറ്റേറിയൻ പൂരി, ഞാൻ പൂരിയും കപ്പും ഇഡ്ഡലിയും ഇഡ്ഡലി എങ്ങനെ ഇഡ്ഡലിയും പൂരി കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റവയുടെ ഇഡ്ഡലിയാണ്, പക്ഷേ പൂരി തന്നെ. കറി പിന്നെ ചന്ന വിത്ത് ചട്നിയാണുള്ളത്. ടേസ്റ്റ് ഉണ്ട്, എന്തായാലും കുഴപ്പമൊന്നുമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുടിയില്ല. അപ്പോൾ ഗായ്സ് നമ്മൾ നല്ല അടിപൊളി വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചു. അതായത് ഞാനൊരു 3 പൂരി കഴിച്ചു. നല്ല വിശപ്പുണ്ടാകുന്ന 3 പൂരി കഴിച്ച് വൈഫ് സർഫ് ഒരു 2-3 ഇഡ്ഡലിയും കഴിച്ചു. അപ്പം അത്രയും കഴിച്ചിട്ട് വെറും 65 ഉറുപ്പ്യ ആയിട്ടുള്ളൂ. നല്ല ഫുഡ്, വളരെ എക്സ്പെൻസ് കുറവാണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ എന്തായാലും. അപ്പോൾ നമുക്ക് നമ്മുടെ ട്രിപ്പിലേക്ക് തന്നെ പോവാം. दिल को करार आया, तुझ पे प्यार आया. ഗൈസ്, ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നീലാകാശം പച്ചക്കടലിലൊരു ഇതുണ്ടല്ലോ, എക്കോ ബീച്ച്. എന്നിട്ട് ഓരോ ആൾക്കാർ ഓരോ സ്ഥലത്ത് ഇറക്കി വിടില്ലേ, അങ്ങനത്തെ ഒരു സ്ഥലം കണ്ട്. അപ്പോൾ വെറുതെ ഒന്ന് റൈറ്റിലോട്ടൊരു ടേണിംഗ് ഉണ്ട്, ഒന്ന് പോയി നോക്കാം എന്തെങ്കിലും ഒരു ബീച്ച് കിട്ടുമോ. ബീച്ച് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ബീച്ചിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. പോകാൻ നല്ല രസമുണ്ടല്ലേ. ഓ, എക്കോ ഫ്രണ്ട്ലി എഴുതി വെച്ചാൽ എക്കോ തന്നെയാണ്, എക്കോ ഫ്രണ്ട്ലി തന്നെയാണ്. ബീച്ച് ഉണ്ടല്ലേ പറഞ്ഞാൽ. യെസ്. എടോ അതിനെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഓ, നൈസാണോ, അടിപൊളി സ്പോട്ടാണുള്ളത്. വെറുതെ വന്നത്, ഇത് ടൂറിസ്റ്റ് സ്പോട്ട് തന്നെ കേട്ടോ. ക്ലോസ്ഡ്, ഡു നോട്ട് സ്മോക്ക്. അപ്പോൾ ഗൈസ്, ഈ ബീച്ചിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. നല്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്, അല്ല പുറത്തുനിന്ന് ഉള്ളോട്ട് കയറിയതാണ്. അപ്പോൾ ഇവിടെ ചിൽഡ്രൻസ് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ നടന്നു പോകാനും ജോഗിങ്ങും കാര്യം. പക്ഷെ ആരുമില്ല, ബീച്ചിൽ കുളിക്കാനൊക്കെ തോന്നിയിട്ടുണ്ട്. ഒരു ഫാമിലി ബീച്ചാണ് ശരിക്കും പറയുകയാണെങ്കിൽ. പിന്നെ സെക്യൂരിറ്റിയും ഗാർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്, അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നല്ല ബീച്ച് കേട്ടോ. ആളെ ഒഴിഞ്ഞെടുക്കുന്നത് രാവിലെ അതിനെക്കൊണ്ടായിരിക്കണം. ചുട്ടു പൊള്ളുന്ന വെയിലത്ത് കുളിക്കണമെന്നുണ്ട്, നല്ല മൂടുണ്ട്. പക്ഷേ നമ്മൾ റൈഡിലല്ലേ. അപ്പോൾ ഗായ്സ്, നമ്മൾ ചെറിയ ബീച്ച്, അതായത് ദുൽഖർ സൽമാൻ്റെ പടത്തിൽ കണ്ടല്ലേ എസഫ്? ദുൽഖർ സൽമാൻ്റെ പടത്തിൽ കണ്ട അങ്ങനത്തെ ഒരു ബീച്ച് അതെന്നാണെന്നുള്ള ഉറപ്പിക്കാനും പറ്റില്ല. ഓരോ നീലാകാശം പച്ചക്കടലിൽ ഓരോ സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഓരോ ആൾക്കാർ ഓരോ വഴിക്ക് പോകുന്നില്ലേ, എന്നിട്ടൊരു അതന്നെ അത് അതേമാതിരി തോന്നുന്ന ഫീല്. അതുകൊണ്ട് ഒന്ന് ഇറങ്ങി നോക്കിയെന്നുള്ളൂ. പക്ഷെ നല്ല ബീച്ച്, അടിപൊളി ബീച്ച്. അതെ. ഇനി ഏതാണോ ഈ വാ, അപ്പുറത്ത് ബീച്ച് ഇതാ, ഇവിടെ പോകാം. ഒരു രക്ഷയില്ലേ ഗൈസ്, ഒരു രക്ഷയില്ല, അടിപൊളി. ഓ, നല്ല നീളം, നല്ല വീതി ഉണ്ടല്ലോ ഈ പുഴക്ക്. നൈസ്, പൊളിച്ച്. എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടുന്നും ഒരു 15-10 വലത്തോട്ട് പോകണം, ഈ ജോഗ് ഫോൾസിലേക്ക് പോകണമെങ്കിൽ. എന്തായാലും അല്ല, ഇവിടെ അടുത്തല്ല, ഇവിടുന്ന് കുറച്ച് 10-30 കിലോമീറ്ററിന് മുകളിൽ ഓടണം എന്തായാലും. നോക്കാം നമുക്ക്. ഗോവയിലേക്ക് പോകണമെങ്കിൽ ശബരത്തി സർക്കിൾ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നും ലെഫ്റ്റിലോട്ട് നീങ്ങി, അതായത് ജോഗ് ഫോൾസിലേക്ക്. ഇവിടുന്ന് ഒരു 55-60 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. പക്ഷെ എന്തായാലും നമുക്ക് അത്രയും വന്ന സ്ഥിതിക്ക് നമ്മൾ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകണത് തരും, ഒരു 1 hour റൈഡിങ്. അപ്പം അതന്നെ ഇങ്ങോട്ട് തിരിച്ച് വരും വേണം. എന്തായാലും നല്ല സ്ഥലങ്ങൾ കാണാൻ നമുക്ക്, നല്ല വാട്ടർഫോൾസ് ആണെങ്കിൽ അത് പോയി കണ്ട് എക്സ്പ്ലോർ ചെയ്ത് വരാമല്ലോ അല്ലേ സഫു? എന്ത് പറയുന്നത്, ടയേർഡാവോ? നമുക്കൊന്ന് പോയി നോക്കിയിട്ടൊക്കെ വരാം അല്ലേ? നല്ല ഡേഞ്ചർ വളവുകൾ കേട്ടോ കൂടുതൽ വരുന്നത്. അപ്പോൾ അതൊക്കെ അല്ലേ, കുറച്ച് നമ്മൾ വയനാട് ചുരം എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോളിങ് ഉണ്ട്. പക്ഷെ ഇത് കൺട്രോളിങ് ഇല്ലാത്ത കുത്തനുള്ള ഇറക്കങ്ങളാണ്. അതൊക്കെ ശ്രദ്ധിച്ച് പോകണം എന്തായാലും. ഏതാ പ്ലേസ് മാൻ,
ഏതാ കേരളം കേരളം പതിച്ചെറിഞ്ഞ മാതിരി അടിപൊളി നൈസ്. മല മല കായൽ റോഡ്. ഇങ്ങനെ ചെറിയ ചെറിയ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകും. കാടെന്നാ തോന്നുന്നത് അപ്പോൾ ഇത് ചെറിയൊരു ചെറിയൊരു കാട്. വീടുകളൊന്നുമില്ല, റോഡൊക്കെ എപ്പോഴും കാലിയാണ്, നല്ല റോഡാണ്. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം ഗോമാതാണ്, അതായത് റോഡിൻ്റെ നടുവിൽ പശുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ബി കെയർഫുൾ, വണ്ടിയൊക്കെ തട്ടിയാൽ അതിനേക്കാളും വലിയ പ്രശ്നങ്ങളായിരിക്കും. പിന്നെ പറഞ്ഞാൽ ഇതൊരു ചെറിയൊരു കാടാന്ന് തോന്നുന്നത്. നമ്മൾ വരുന്ന വഴിക്ക് ഒരു ഫോറസ്റ്റ് ഓഫീസ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ കയറിയിട്ട് വേണം മിക്കവാറും ജോഗ് ഫോൾസ് കവറാവാൻ. അതന്നെ അതാണ് നമ്മളിങ്ങോട്ടേക്ക് കൂടുതൽ. അതെ പക്ഷേ ഇതിപ്പോൾ കാണാൻ വേണ്ടിയിട്ട് തന്നെ 10-50 കിലോമീറ്റർ ഓടിച്ച് പോവാണ് ശരിക്കും അല്ലേ. പിന്നെ ഒരു പ്രാവശ്യം നമുക്ക് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ പോണ വഴിക്ക് പോകുന്ന ഒരു 10-20 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് അങ്ങനെ പോയത്. പക്ഷേ ഇതൊരു 50 കിലോമീറ്ററിൻ്റെ മുകളിലുണ്ട്, 60 കിലോമീറ്ററോളം ഉണ്ട്. അപ്പം അതെ പോകാൻ പറ്റുമെന്നുള്ള നോക്കി നോക്കാം, എന്തായാലും പോയിട്ട് നോക്കാം എന്തായാലും. അപ്പോൾ ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കട്ടോ വീഡിയോ, എപ്പോഴും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ. നമുക്ക് ഇനി മുകളിലേക്ക് കയറി പോകണ്ട, നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ആരും റോഡിലൊന്നും ആരും കാണുന്നില്ല. അപ്പോൾ നമ്മൾ നല്ല കെയർ ചെയ്തിട്ട് വേണം പോകാൻ. മാപ്പിൽ നോക്കുമ്പം നമ്മുടെ ഈ റൈറ്റ് സൈഡിൽ കൂടെ വലിയൊരു പുഴ പോകുന്നുണ്ട്, ഇപ്പുറത്ത് മൊത്തം കാടുമാണ്. ഇങ്ങനെ നമുക്ക് മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും, ഇത് മൊത്തം ബ്ലൂ കാണുന്ന കണ്ടില്ല, അത് മൊത്തം പുഴ ആണ്. അടിപൊളി മല അതാ നേരെ മുന്നേ കാണുന്നത്. സഫു ഗായ്സ്, ഇതാ KSRTC. നല്ല മല, അടിപൊളി വലിയൊരു മലയാണ്. എന്താ വ്യൂ, അടിപൊളി വ്യൂ. ടൂറിസ്റ്റ് സ്പോട്ടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വെക്കുന്നത് കാണുന്നുണ്ട്. എത്താനായി ഇതാ കാണുന്ന അവിടെയാണ് ജോഗ് വാട്ടർഫോൾസ്. വേൾഡ് ഫേമസ് ജോഗ് വാട്ടർഫോൾസ്, വേൾഡിലെ ഫേമസ് വാട്ടർഫോൾസ് ആണല്ലോ അത്. എന്നിട്ട് തൊട്ടടുത്തായിട്ട് നമ്മളാരും അറിഞ്ഞില്ലല്ലോ അപ്പൂ. ഓക്കെ, എന്തായാലും നമുക്ക് അങ്ങോട്ട് കയറാം. അപ്പോൾ ഇവിടുന്ന് 2 ഫോട്ടോ എടുത്താട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ജോഗ് വാട്ടർഫോൾസിൻ്റെ മുന്നിലാണ്. ഇത് വേൾഡ് ഫേമസ് ജോഗ് വാട്ടർഫോൾസ് ആണെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു ഡാമിൻ്റെതായിരിക്കണം. ഈ ഡാമിൻ്റെ വഴി കയറിയിട്ട് വേണം അപ്പുറത്തേക്ക് പോകാൻ. പോകുമ്പോൾ 2 സൈഡും അപ്പുറത്തും ഇപ്പുറത്തും വെള്ളം, കാട്ടിനോട് കൂടെ. അടിപൊളിയില്ലേ അപ്പോൾ തകർത്ത്, നല്ല ഫീല്. വെൽക്കം ടു ജോഗ് ഫോൾസ്. അങ്ങനെ കയറി ചെല്ലുമ്പോൾ തന്നെ 2 ആൾക്ക് വേണ്ടിയിട്ടുള്ള 20 തോന്നുന്നത്. അപ്പോൾ അത് കൊടുക്കാം. എനിക്കൊന്ന് പാർക്കിംഗ് അടക്കം വരുന്നതായിരിക്കണം. कितना बाकी 10 है ना, 30 + 40 dirhams है ना, रुपीस है ना. താങ്ക് യു. അപ്പോൾ അതാ ഗൈസ്, അതാണ് വാട്ടർഫോൾസ്. നൈസ്, പൊള്ളി. എൻ്റെ അമ്മോ, അതുപോലെ സാധനമുള്ളത്. അയ്യോ പൊളിച്ച്. നമ്മുടെ ജോഗ് വാട്ടർഫോൾസിൻ്റെ അവിടെ എത്തി. ഞാൻ വിചാരിച്ചാലൊക്കെ അത്യാവശ്യം നല്ല അടിപൊളി വാട്ടർഫോൾസാണ്. ഇതിന് എന്തൊക്കെ പ്രത്യേകത, വേൾഡ് ഫേമസ് ജോഗ് ഫോൾസ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ നീങ്ങാത്തതുകൊണ്ട് അതിനെ പറ്റിയിട്ടൊന്നും അധികാരിയായിട്ട് സംസാരിക്കുകയാണ് ഞാൻ ആളല്ല. സഫു എൻജോയ് അല്ലേ, അടിപൊളി ആയിപ്പല്ലേ? എൻജോയ് പൊളിക്കാണ്ട് കിടന്നിട്ട് ഇനി നമ്മൾ നേരെ ഗോവ പിടിക്കാൻ നോക്കാം അല്ലേ. ഇവിടുന്ന് കുറേ ഉണ്ട്, അതായത് നമ്മൾ ഇത്രയും 60 കിലോമീറ്റർ ഓടിയില്ലേ, അത് റിട്ടേൺ പോയിട്ട് വേണം അവിടെ നിന്നും ഗോവയിലേക്ക് പോകാൻ.
അപ്പം പൊളിയാണ്. ഇതാ കണ്ടോളി. അതേപോലെ തന്നെ ഇവിടെ എവിടെയും മാസ്ക് ഇടുന്നത് കണ്ടില്ല. പക്ഷെ നമ്മൾ മാസ്ക് ഇടാത്തത് അങ്ങനത്തെ റൂൾസ് സ്ട്രിക്റ്റ് ആയതുകൊണ്ടൊന്നല്ല. നമ്മളൊന്ന് കമ്പൽസറി അല്ല. പക്ഷെ നമ്മൾ മാസ്ക് ഇടാത്തത് ആൾക്കാരില്ലാത്ത സമയത്താണ് ഒരുമിച്ച് ഇരിക്കുന്ന സമയത്താണ് നമ്മൾ മാസ്ക് ഇടേണ്ടത്. നമ്മുടെ ബാഗിലേക്ക് കുരങ്ങൻ മാന്തുന്നു. ആ കാണുന്ന കുരുത്തം കെട്ടോനില്ലേ, അവൻ ഈ ബാഗ് കിടന്നിട്ട് പൊളിച്ചുണ്ടാക്കിയതാണ്. കണ്ടോ, മുത്തൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് കുരുത്തം കെട്ട ഇതാ നോക്കിതാ ചാർജർ സിബ് തുറന്ന് മൂപ്പര് ഇതിന്റെ മുകളിൽ സിബ് തുറന്നിട്ട് മൂപ്പര് ചാർജറും കാര്യങ്ങളൊക്കെ പുറത്തെടുത്ത് ജോഗ് വാട്ടർഫോൾസ് എന്നൊക്കെ ഇറങ്ങി നേരെ പെട്രോൾ ഇല്ല, റിസർവായിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 10 കിലോമീറ്ററോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു 10-12 കിലോമീറ്ററും കൂടി കഴിഞ്ഞിട്ട് പെട്രോൾ പമ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ പെട്രോൾ പമ്പ് കിട്ടാന്ന് പറഞ്ഞാൽ വലിയ കിട്ടലാണ്. അപ്പോൾ അങ്ങോട്ട് പോട്ടെ, അവിടുന്ന് നേരെ അങ്ങോട്ട് പിടിക്കണം. അതാ സഫ് ഓടി കളിക്കണേ. സഫല്ലേ? ആ സഫന്നെ. ഞാൻ വിചാരിച്ച് ഇവിടെ വരെ വന്നിട്ട് വേറെ വഴി ഉണ്ടാവുന്നു. പക്ഷേ അതല്ല, നമ്മൾ വന്ന വഴിക്ക് തന്നെ ഈ പറഞ്ഞ മാതിരി 60 കിലോമീറ്റർ ഓടിയിട്ട് പിന്നെയും ഗോവയിലേക്ക് 150 കിലോമീറ്ററോളം ഓടണം. എന്തായാലും ഇവിടെ ഓടി നിൽക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ കാർ അങ്ങോട്ട് താണ്ടാം. അപ്പോൾ നമ്മൾ ജോഗ് വാട്ടർഫോൾസിലേക്കൊക്കെ പോയി തിരിച്ചു വരുന്ന വഴിക്ക് നല്ല മഴ ഉണ്ട്. നല്ല മഴ ഇട്ടില്ലപ്പോൾ അടിപൊളിയായിട്ട് റെയിൻകോട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഹവായി ആക്കി. അതിൻ്റെ ശേഷം നമ്മൾ ബാഗൊക്കെ നനഞ്ഞ് ബാഗ് പക്ഷെ പെട്ടെന്ന് പിന്നെയും ഗോവ റോഡിലേക്ക് കയറിയപ്പോൾ നന്നായിട്ട് ഉണങ്ങി. കേട്ടോ, ഇവിടുന്ന് ഇപ്പോൾ ബൈക്ക് ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടിരുന്നത്. അതായത് ഈ ഒരു ട്രാക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 കിലോമീറ്റർ കഴിഞ്ഞാൽ എനിക്ക് മിക്കവാറും യൂ-ടേൺസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ബൈക്കുകാർക്ക് കുറേ ബുദ്ധിമുട്ടാണത്. ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ടാകാൻ ചിലപ്പോൾ അടുത്തൊരു 2 കിലോമീറ്റർ 3 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഈ ഒരു യൂ-ടേൺ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ ബൈക്കുകാർ ഈ ഒരു ഡിവൈഡർ ഉണ്ടല്ലോ അത് ക്ലോസ് ചെയ്ത് ചാടും. ഇന്ത്യ ഇങ്ങനെയൊക്കെയാണ് അല്ലേ? ഏതാണ് മലൊക്കെ? ഒരു രക്ഷയില്ല. ഇനി അങ്ങോട്ട് പനവേലിൻ്റെ സമയങ്ങളാണ്. പനവേൽ കാഴ്ചകളൊക്കെ ഒരുപാടുണ്ട് കാണാൻ. നിങ്ങൾ എനിക്കറിയാം ഈ വീഡിയോസൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടാവും ഇനി വരുന്ന വീഡിയോസൊക്കെ. അത് കാരണം ഒരു ദിവസത്തുള്ള എല്ലാ വീഡിയോയും കൂടി ഒരു ട്രാവൽ വീഡിയോ ആക്കിയിട്ട് ഇടുകയാണ്. അപ്പം മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാ പൊന്നെ രക്ഷയില്ലേ, പൊളിച്ച് 2 സൈഡ് കടൽ കയറി കായലാണത്. ആ അടി കൂടെ ബോട്ട് പോയ പൊളിച്ച് ട്രെയിൻ പോണോക്കി. ഒന്നപ്പുറത്ത് ഇപ്പുറത്തെ ട്രെയിൻ, ഇപ്പുറത്തെ റോഡ്. എന്താണല്ലേ ഏട്ടാ. പക്ഷെ ഈ സൈഡൊക്കെ നമുക്ക് എന്ത് രസമാണല്ലേ. അതിനത് കാടാണ് ശരിക്കും. അത് ടൂറിസ്റ്റുകളാണ്. അല്ല, പോപ്പുലേഷൻ കുറവാണ്. ചെറിയൊരു സംസ്ഥാനമല്ലേ, പൊതുവെ പോപ്പുലേഷൻ കുറവാണോ. അപ്പോൾ ഗൈസ് നമ്മൾ ഓടി മഴയും കാര്യങ്ങളൊക്കെ കൊണ്ടുകൊണ്ട് അവസാനം ഗോവയിലെത്തിയിട്ടുണ്ട്. ഗോവ പനാജിയിലേക്ക് ഏകദേശം ഒരു 10 കിലോമീറ്റർ മുന്നേ റൂം എടുത്ത്. അപ്പം ഇതാണ് റൂമിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1200 പറഞ്ഞു. 1000 തന്നു. നാളെ രാവിലെ മോർണിംഗ് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ് ബൈ ഋഷ.